السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. വേദിയിലുള്ള അധ്യക്ഷൻ സയ്യിദ് മുബശ്ശിർ തങ്ങൾ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി, നാസർ ഫൈസി, മുസ്തഫ മാസ്റ്റർ, മൊയ്നുട്ടി മാസ്റ്റർ, റഷീദ് ഫൈസി വള്ളായിക്കോട് തുടങ്ങി സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെയും സമന്വിതരായ നേതാക്കളെ, സഹോദരന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദർശം എന്ന് പറഞ്ഞതാണ് സമസ്ത ഒരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശ പ്രസ്ഥാനത്തിന് അതിൻ്റെ ആദർശങ്ങളും നിലപാടുകളും അതിൻ്റെ പാരമ്പര്യങ്ങളും ഒക്കെ തന്നെ ആവശ്യമായി വരുമ്പോൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇപ്പോൾ ആവശ്യമായി വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനതിൻ്റെ കൂടുതൽ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. വിശദമായി ഇവിടെ വേദിയിലുള്ള സമസ്തയുടെ നേതാക്കളും മറ്റുമൊക്കെ വിശദീകരിക്കാനിരിക്കുകയാണ്. നാസർ ഫൈസിൻ്റെ തന്നെ കഴിഞ്ഞിട്ടില്ല. തൽക്കാലം ഈ ഉദ്ഘാടന ചടങ്ങ് കഴിക്കാൻ വേണ്ടി നാസർ ഫൈസിനെ നിർത്തിച്ചതാണ്. അതുകൊണ്ട് ഇനി അത് തുടരും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞകാല പാരമ്പര്യങ്ങളും അതിൻ്റെ പൂർവിക നിലപാടുകളുമൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് സമസ്ത എന്ന പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കാന്തപുരം വിഭാഗം. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവേണ്ടി വന്നത് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിച്ച സ്ഥാപകന്മാർ തൊട്ട് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരൊക്കെയും സ്വീകരിച്ചു വന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് സമസ്ത എന്നതൊരു പണ്ഡിത പ്രസ്ഥാനമാണ്, ഒരു ദീനി നേതൃത്വമാണ്. ദീനി നേതൃത്വം ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ സമുദായത്തിന് നൽകേണ്ടതും അതിനുള്ള നേതൃത്വമാണ് അവരിൽ നിന്നുണ്ടാകേണ്ടതും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടതും. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്, ആ ദീനിനെ വികലമാക്കുന്ന വിധത്തിലുള്ള ബിദഈ വിഭാഗക്കാരുടെ കടന്നുകയറ്റം അത് കേരളത്തിൽ ഉണ്ടായപ്പോഴാണല്ലോ ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പ്രസ്ഥാനം ഇവിടെ വരുന്നത്. അപ്പൊ ആ പ്രസ്ഥാനത്തിന് അന്ന് ഉണ്ടായ കാലം മുതൽക്ക് അതിന്റെ നേതാക്കന്മാരൊക്കെ കൊണ്ടുപോയിട്ടുള്ളതും ആ നിലക്ക് തന്നെയാണ്. സമസ്തക്ക് ദീനിയായ കാര്യങ്ങൾ, ദീനിന്റെ വിഷയങ്ങൾ അത് വരുന്ന സമയത്ത് ആരെയും മുഖം നോക്കാതെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുക എന്നതാണ് സമസ്തയുടെ നേതാക്കൾ ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമസ്തയെ ഈ പോകുന്നതിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കാനുള്ള ശ്രമം നടത്തിയതാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരടക്കം സമസ്തയിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നതും. ഇതൊക്കെ നമുക്കറിയുന്ന കഥകളാണ്. ആ നിലപാട് അദ്ദേഹം അന്ന് മുതൽക്ക് ഇന്ന് വരെ തുടർന്നു പോരുന്നുമുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ഏത് സന്ദർഭത്തിലും രാഷ്ട്രീയമായ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്.
ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ട് വന്നു. മന്ത്രിസഭ ഇപ്രാവശ്യം LDFന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇവിടെ വരുന്നത്. ആ മന്ത്രിസഭ അതിന്റെ നായകനായി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ നായകൻ CPMലെ പിണറായി വിജയനാണ്. പിണറായി വിജയനെ നേതാവായി തെരഞ്ഞെടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനും ഉടനെ ഓടിയെത്തുകയാണ് കാന്തപുരം. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുക, ഒരു പണ്ഡിതൻ, ഒരു മതപണ്ഡിതന്റെ റോളാണോ ഇത്? ഒരു മതപണ്ഡിതൻ ചെയ്യേണ്ടതാണോ ഇത്? മതപണ്ഡിതന്റെ ചുമതല എന്താ? ദീനിനെ സംരക്ഷിച്ചു പോരുക എന്നതാ. പിണറായിക്ക് പിന്തുണ കൊടുക്കലോ അല്ലെങ്കിൽ പിണറായിനെ എതിർക്കലോ ഒന്നുമല്ലല്ലോ മതപണ്ഡിതന്മാരുടെ ചുമതല. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം നടത്തിയതും അതാണ്. ഇപ്പോഴും അതിന്റെ തുടർച്ചയായിക്കൊണ്ടുള്ള കാര്യങ്ങളായി ഇവിടെ നടക്കുന്നത്. അതിൽ വളരെ അപകടകരമായ ഒരു വിഷയം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, പരസ്യമായി അദ്ദേഹത്തിന്റെ ആളുകളെ ഈ ഇലക്ഷനിൽ രംഗത്തിറക്കി എന്നതാണ്. അതാണ് മണ്ണാർക്കാട് സംഭവിച്ചത്. മണ്ണാർക്കാട് അദ്ദേഹത്തിന്റെ ആളുകളെ മുഴുവനും ഇലക്ഷനിൽ ഇറക്കി എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവിടെ മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ ഷംസുദ്ദീനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തതായിരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ എനിക്കൊരു അനുഭവം, എൻ്റെ അടുത്ത് രാവിലെ ഒരു കൂട്ടർ വന്നിരുന്നു. അപ്പൊ അവർ വന്നപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊരു വലിയ പടല് വെട്ടു പറഞ്ഞു. അതിലൊരുത്തം പറയാ വലിയൊരു പടല് വെട്ടു പറഞ്ഞു. എന്ത് ചോദിച്ചു? കാന്തപുരം ദുബൈയിൽ നിന്ന് വരുമ്പോ മണ്ണാർക്കാട് ഷംസുദ്ദീൻ തോറ്റ ആഘോഷം ഇവിടെ കൊണ്ടാടാൻ വേണ്ടി എയർപോർട്ടിൽ തന്നെ 313 വെള്ള ഇന്നോവ കാറിൽ മണ്ണാർക്കാട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരുന്നത്. 313 വെള്ള ഇന്നോവ കാറിൽ കാന്തപുരത്തിന് ആനയിക്കാം. എന്തിനാ? ഷംസുദ്ദീൻ തോറ്റീന്. അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെയുള്ള ഇന്നോവകൾ മുഴുവൻ പിടിച്ചിരുന്നു. എങ്ങനെ പിടിക്കുക? ഒക്കെ എല്ലാവരും പറ്റുന്നവരൊക്കെ അയച്ചിട്ട് അതിനൊക്കെ വാടക നിശ്ചയിച്ച് പോലെന്നൊക്കെ ആ വണ്ടി ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി തീരുമാനിച്ചു വെച്ചു. ഞാനും അതിൽ പെട്ടു. ഞാനൊരു 15 വണ്ടിക്ക് 1000 ഉറുപ്പിക അഡ്വാൻസും കൊടുത്തു, 15,000. നിങ്ങൾ സത്യമായിട്ട് എന്നോട് ഇന്ന് വന്ന് പറഞ്ഞതോ? ഓൻ ഏൽപ്പിക്കാനൊന്നല്ല, പക്ഷെ ഓൻ ഈ വണ്ടിന്റെ ഒരാളാ. ഇങ്ങനെയുള്ള വണ്ടികൾ ബാക്കി കൊടുക്കണേയും അതിന്റെ ഒരു ഏജന്റ് പണിയെടുക്കുന്ന ആളാ. ഓൻ 15 വണ്ടിക്ക് 1000 ഉറുപ്പിക ഓൻ വേറെ കയ്യോടെ അതിൻ്റെ ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ കൊടുത്തതാക്കി. ഇത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വല്ല ജാതിയുണ്ടോ? ഇവിടെ വല്ല പോക്കുമുണ്ട്? ആനയിക്കളുടെ ഒന്നുമില്ലാതെ പൊട്ടിപ്പോയില്ലത്. പൊട്ടിപ്പോയതോടുകൂടി ഈ കാശ് കിട്ടാൻ വയ്യില്ല. ഞാൻ ഇപ്പം അതിനെ നടന്നു മടുത്തു. ഇത്രയും ദിവസം സലാത്ത് നഗറിൽ പോയി നോക്കി കിട്ടണില്ല. ഇനിയിപ്പോൾ മർക്കസിക്ക് തന്നെ പോകാൻ തീരുമാനിച്ചേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഒരു മനുഷ്യൻ തരം താഴെ. നമുക്കറിയാലോ, ഇവിടെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇങ്ങനെ വന്നിരുന്നേ. കാന്തപുരത്തിന്റെ കോലം കണ്ടിരുന്നില്ല നിങ്ങൾ? കാന്തപുരത്തിന്റെ കോലം ശരിക്കും കാണിച്ചിരുന്നല്ല ഇത്. ഇതൊക്കെ ഒരു പണ്ഡിതൻ ആ നിലക്ക് വളരെ വിചിത്രമായി, വളരെ മോശമായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിന് ആരെ കാരണക്കാരനായത്? അദ്ദേഹം തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ പൂർവിക പാരമ്പര്യവും അതിന്റെ നിലപാടുകളും അതിന്റെ വിശദീകരണങ്ങളും ഇപ്പോൾ വളരെ വിശദീകരിക്കൽ ആവശ്യമാണ് എന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നതുകൊണ്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു പണ്ഡിത പ്രസ്ഥാനമാണ്. അത് ഈ സമുദായത്തിന്റെ വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പോരുക എന്നതാണ് ആ പ്രസ്ഥാനത്തിന്റെ ചുമതല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനിയും ആ നിലപാടിൽ തന്നെ സമസ്ത പോവുള്ളൂ. സമസ്തക്ക് അങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് മുമ്പ് കാലത്ത് സമസ്തക്ക് രാഷ്ട്രീയം വേണമെന്നാവശ്യപ്പെട്ടു. സമസ്തയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞതിനും പിന്നെ അതൊന്നും നടക്കണമെന്ന് കണ്ടപ്പോൾ സമസ്തയുടെ ഘടകമായ SYS എന്ന രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുക എന്ന് അഭിപ്രായപ്പെട്ടു. ഇതൊക്കെ തള്ളപ്പെട്ടതാ സമസ്തയിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അപ്പൊ അത് അദ്ദേഹം ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ആവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ ഇലക്ഷനിലും അദ്ദേഹം പറ്റ നാറിപ്പോയി. എല്ലാവരുടെ ഇടയിലും നാറി. രാഷ്ട്രീയക്കാരുടെ ഇടയിലും നാറിയിരിക്കണം അയാളെ സംബന്ധിച്ച്
രാഷ്ട്രീയക്കാർ തന്നെ പറയുന്നത് കേട്ടാൽ എത്രമാത്രം തരം താണു എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി അത് ഈ സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ നിലപാട് സമസ്ത പോകും. സമസ്തയ്ക്ക് അതൊന്നൊരു പ്രശ്നമല്ല. ഈ കളി എന്തു തന്നെ കളിച്ചാലും. അതുകൊണ്ടാണ് സമസ്തയുടെ SKSSF കുട്ടികൾ അവിടെ രംഗത്തിറങ്ങി പ്രവർത്തിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? സമസ്തയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആളുകളെ മണ്ണാർക്കാട്ടേക്ക് അയച്ചിരുന്നത്. അപ്പൊ സമസ്തയെ വെല്ലുവിളിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടനക്കും കഴിയൂല, ഒരു മതസംഘടനക്കും കഴിയൂല എന്ന് വ്യക്തമായി തെളിയിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനം സമസ്തയുടെ ആ ചെറിയ നിരയായ SKSF ഭാഗത്ത് നിന്നുണ്ടായപ്പോ അതെന്തായി? സമസ്തയുടെ ഇജ്ജത്ത് അവിടെ ശരിക്കും എടുത്തു കാണിക്കപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ മണ്ണാർക്കാട് ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു ഭൂരിപക്ഷം ഈ പ്രാവശ്യം UDF ലഭിക്കുകയും ചെയ്തു. അതിനെല്ലാം കാരണം ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നല്ല ചുണക്കുട്ടികളായ SKSF പ്രവർത്തകന്മാര് ശക്തമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടൊന്ന് മാത്രമാണ്. അപ്പൊ അത് ഇനിയും ആ നിലക്ക് തന്നെ ആവശ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ആവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയും അതിനനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യും. അത് ചെയ്യണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ നാമം കൊണ്ട് നിർവഹിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.